ആസിയാൻ രാജ്യങ്ങളുമായി സഹകരണം ശക്തമാക്കാൻ ഒമാൻ സമുദ്ര സുരക്ഷയും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യവും ഉറപ്പാക്കും. ഉപഭോക്തൃ നിയമങ്ങൾ ലംഘിച്ചു മസ്കത്തിലെ 3 വാഹന ഗ്യാരേജുകൾക്ക് 1600 റിയാൽ പിഴ. ഒമാനിൽ കുന്തിരിക്കം ഉൽപ്പന്നങ്ങൾക്ക് 2 പുതിയ ഗുണനിലവാര മാനദണ്ഡങ്ങൾ കൂടി. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സമാധാന സഹകരണ കരാറിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ സമുദ്ര സുരക്ഷയോടുള്ള ഒമാന്റെ പ്രതിബദ്ധത വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തമാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സമുദ്ര സുരക്ഷ ശക്തമാക്കലും സഹകരണം പ്രോത്സാഹിപ്പിക്കലും എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിലാണ് ഒമാൻ നയം വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിച്ചുള്ള സമാധാനപരമായ ചർച്ചകളിലൂടെ മാത്രമേ ആഗോള സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സാധിക്കൂ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഹോർമുസ് കടലിടുക്കുൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ജലപാതകൾ പൂർണ്ണമായും സുരക്ഷിതമായിരിക്കണം. ആഗോള വ്യാപാരത്തെയോ കപ്പൽ ഗതാഗതത്തെയോ തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങൾ ഉണ്ടാകരുത്. ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ ഉടമ്പടി കർശനമായി പാലിക്കുന്നത് ആഗോള ഭക്ഷ്യ ഊർജ്ജ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. മലാക്ക, സിംഗപ്പൂർ കടലിടുക്കുകളിലെ സംയുക്ത സുരക്ഷാ സംവിധാനം പോലെ തീരദേശ രാജ്യങ്ങളും കപ്പൽ പാതകൾ ഉപയോഗിക്കുന്നവരും പരസ്പര വിശ്വാസത്തോടെ ഒത്തുചേർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഉപഭോക്താക്കളുമായുള്ള കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുകയും വാഗ്ദാനം ചെയ്ത സേവനങ്ങൾ നൽകാതിരിക്കുകയും ചെയ്ത മസ്കത്തിലെ 3 വാഹന ഗ്യാരേജുകൾക്കെതിരെ നിയമ നടപടിയുമായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ ലംഘിച്ചതിന് ഈ സ്ഥാപനങ്ങൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. വർക്ക്ഷോപ്പുകൾക്കും അവയുടെ പ്രതിനിധികൾക്കും ആകെ 1600 ഒമാനി റിയാൽ പിഴ ചുമത്തിയ കോടതി ചെലവുകൾ പൂർണ്ണമായും പ്രതികൾ വഹിക്കണമെന്നും ഉത്തരവിട്ടു. ഇതുമായി ബന്ധപ്പെട്ട സിവിൽ നഷ്ടപരിഹാര ക്ലെയിമുകൾ കൂടുതൽ നടപടികൾക്കായി സിവിൽ കോടതിയിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട്. 3 ഉപഭോക്താക്കൾ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിധി. പരാതികളെക്കുറിച്ച് അന്വേഷിച്ച ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഈ കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും തുടർന്ന് കോടതി പ്രതികൾക്ക് സാമ്പത്തിക പിഴ ചുമത്തുകയുമായിരുന്നു. ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഔദ്യോഗിക ചാനലുകൾ വഴി ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. പ്രശസ്തമായ ഒമാനി കുന്തിരിക്കത്തിന്റെ ഗുണനിലവാരവും ആഗോള വിപണിയിലെ മത്സരശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായി 2 പുതിയ ദേശീയ ഗുണനിലവാര മാനദണ്ഡങ്ങൾക്ക് ഒമാൻ അംഗീകാരം നൽകി. OS 1660, OS 1661 എന്നീ നാഷണൽ സ്റ്റാൻഡേർഡുകൾക്കാണ് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അനുമതി നൽകിയത്. കുന്തിരിക്കം അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ സാങ്കേതിക ആവശ്യകതകൾ ഏകീകരിക്കുക, ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, ഉപഭോക്താക്കൾക്കും അന്താരാഷ്ട്ര വിപണിക്കുമിടയിൽ ഒമാനി ബ്രാൻഡുകളുടെ വിശ്വാസ്യത മെച്ചപ്പെടുത്തുക എന്നിവയാണ് പുതിയ നടപടിയിലൂടെ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഇതോടൊപ്പം കുന്തിരിക്കം ഉൽപാദന മേഖലയിൽ പുതിയ ആഭ്യന്തര വിദേശ നിക്ഷേപ അവസരങ്ങൾ ഉണ്ടാക്കാനും ഇത് വഴിയൊരുക്കും. OS 1660 കാറ്റഗറിയിൽ ഒമാനി കുന്തിരിക്കം എസൻഷ്യൽ ഓയിലാണ് ഉൾപ്പെടുക. OS 1661 കാറ്റഗറിയിൽ ഡിസ്റ്റിൽസ് ഒമാനി ഫ്രാങ്കിൻസെൻസ് വാട്ടർ ആണ് ഉൾപ്പെടുക. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന കുന്തിരിക്കം വാറ്റിയെടുത്ത വെള്ളത്തിന്റെ ഗുണനിലവാരമാണ് ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നത്. ഉൽപ്പന്നത്തിന്റെ ശുദ്ധി, പാക്കിംഗ്, സംഭരണ രീതികൾ, അനുവദനീയമായ രാസഘടകങ്ങളുടെയോ ഇതര വസ്തുക്കളുടെയോ പരിധി, ലേബലിംഗ് ആവശ്യകതകൾ എന്നിവ ഈ മാനദണ്ഡം വഴി നിയന്ത്രിക്കപ്പെടും. ഈ പുതിയ ദേശീയ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ ഒമാനി കുന്തിരിക്കം ഉൽപ്പന്നങ്ങളുടെ ആഗോള പ്രശസ്തിയും മൂല്യവും ഇനിയും വർദ്ധിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം.